അന്നൊരു വെള്ളിയാഴ്ചയാണ്. കോഴിക്കോട് മുതലക്കുളം മൈതാനി ജനസഞ്ചയം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എന്തേ കാരണം? കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആ മുതലക്കുളം മൈതാനിയിലേക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരു പ്രവാഹമായി ഒഴുകിയെത്തിയിരിക്കുന്നത്. അവരൊക്കെ കാതോർത്തിരിക്കുന്ന ശബ്ദം, അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യനായ അമരക്കാരൻ റഈസുൽ മുഹഖിഖീൻ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിനെയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വേദിയിലേക്ക് വരുന്ന ആ രംഗം സാഘൂതം, സഗൗരവം, സാഭിമാനം ആ ജനങ്ങൾ നോക്കി നിന്നു. എല്ലാവരുടെയും ആകാംക്ഷയെ കീറി മുറിച്ചുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തന്റെ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചു. ആ പ്രാർത്ഥന പതിവിനും വിപരീതമായി ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ, ഉസ്താദിന്റെ വാക്കുകളുടെ ആ വികാരഭരിതമായ ആ ശബ്ദങ്ങൾക്ക് വേണ്ടി സമൂഹം കാതോർത്തു. എന്താ ഉസ്താദ് പറയുന്നത്? നാദാ, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണേ അല്ലാഹ്. ആ കണ്ടങ്ങൾ അങ്ങോട്ടിടറിയപ്പോ ഒരുമിച്ചു കൂടിയ ജനങ്ങളുടെ കൽബ് മുഴുവനും പതറി. കരങ്ങൾ രണ്ടും മുകളിലോട്ടുയർത്തി രാജാതിരാജനായ റബ്ബിനോട് അവരും ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ കണ്ണിയത്ത് ഉസ്താദ്? എന്തായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ച സമസ്ത? ആ ചരിത്ര സംഗ്രഹത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. അഹദവനിൽ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണം ചൊരിയും നാഥനിൽ വാഴ്ത്തിടുന്നു. അഹദവനിൽ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണം ചൊരിയും നാഥനിൽ വാഴ്ത്തിടുന്നു. ഓതുന്നിതാ, പാടുന്നിതാ, ജഗനായക ഉറയുന്നിതാ. ഓതുന്നിതാ, പാടുന്നിതാ, ജഗനായക ഉറയുന്നിതാ. അഹദവനിൽ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണം ചൊരിയും നാഥനിൽ വാഴ്ത്തിടുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അങ്ങകലെ സൈകതമായ അറേബ്യയുടെ മണ്ണിൽ നിന്ന് പാരമ്പര്യത്തിന്റെ പായക്കപ്പലുകൾ നങ്കൂരമിട്ട കോഴിക്കോട് കടപ്പുറമാണിത്. ഇവിടെയാണ് ചരിത്രം കളിത്തൊട്ടിൽ നിർമ്മിച്ചത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ മാലിക് ദിനാറും സംഘവും കേരളത്തിലെത്തി എന്നതാണ് ചരിത്ര വസ്തുത. മാലിക് ദിനാറിന് ശേഷം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സൈനുദ്ദീൻ മഖ്ദൂമുമാരാണ് എന്നതും ചരിത്രത്തിന്റെ പരമയാഥാർത്ഥ്യങ്ങളാണ്. ഹിജറ 1159 വിശുദ്ധമായ യമനിൽ നിന്ന് സാത്വികനായ ഒരു പണ്ഡിത വരേണ്യൻ കോഴിക്കോട് കടപ്പുറത്ത് കപ്പലിറങ്ങി. അന്ന് കോഴിക്കോട് ഭരിക്കുന്നത് മാനവിക്രമൻ സാമൂതിരിയാണ്. തന്റെ കൊട്ടാര ദൂതനെ വിട്ടുകൊണ്ട്
യമനിൽ നിന്നും വന്ന ആ പണ്ഡിത പ്രതിഭയെ സ്വീകരിച്ചു ആനയിക്കാൻ മഹാനായ സാമൂതിരി മഹാരാജ ഉത്തരവ് പുറപ്പെടുവിച്ചു. സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് കയറിയിരുന്ന ജിഫ്രിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാനവിക്രമൻ സാമൂതിരി ചോദിച്ചു, എന്തിനാണ് ജിഫ്രി അങ്ങ് വന്നത്? മഹാനായ ജിഫ്രി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യാനാണ് ഞാൻ വന്നത്. എന്റെ 9ാമത്തെ വയസ്സ് മുതൽ പല രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തിയാണ് ഇപ്പോ ഇന്ത്യയുടെ മതസൗഹൃദത്തിന്റെ കളിത്തൊട്ടിലായ കേരളത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം, അതിനുവേണ്ടി സൗകര്യം ചെയ്തു തരണം. അങ്ങനെ ജിഫ്രിക്ക് താമസിക്കാൻ മഹാനായ മാനവിക്രമൻ സാമൂതിരി കെട്ടിപ്പടുത്തു കൊടുത്തതാണ് ജിഫ്രി ഹൗസ്. ഈ ജിഫ്രി ഹൗസിൽ നിന്നാണ് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. യമനും കേരളവും തമ്മിലുള്ള ബന്ധം രൂഢമൂലമാകാൻ തുടങ്ങി. ജിഫ്രിക്ക് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ സഹോദരൻ ഷെയ്ഖ് ഹസൻ ജിഫ്രി. ഷെയ്ഖ് ഹസൻ ജിഫ്രിക്കൊരു പെങ്ങൾ ഫാത്തിമ. ആ ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ യമനിൽ നിന്ന് പണ്ഡിതവരണ്യർ കേരളത്തിലേക്ക്. അതിനും ശേഷം ആ ഫാത്തിമ ദമ്പതികൾക്ക് പിറന്ന മകളെ കല്യാണം കഴിക്കാൻ കേരളത്തിലേക്ക് മറ്റൊരു മഹാപണ്ഡിത പ്രതിഭ വന്നു. അതാണ് ഇന്ത്യയിലെ ലോകത്തെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ആദരിക്കുന്ന മൗലദവീല അസയ്യിദ് മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങൾ കേരളത്തിലേക്ക് വന്നതോടുകൂടി ഇസ്ലാമിക പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടി. വൈദേശികാധിപത്യത്തിനെതിരെ വെള്ളപ്പട്ടാളക്കാരനോട് പോരാട്ടത്തിന്റെ വീര്യം തീർത്തുകൊണ്ട് മാപ്പിള മക്കള് സമരഗോതയിലിറങ്ങുമ്പോ ആത്മീയതയുടെ നറുമണവും ആത്മവീര്യത്തിന്റെ പോരിശയും പറഞ്ഞ് മഹാനായ മമ്പുറം തങ്ങളാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ സമര രണാങ്കണത്തിലേക്ക് ഇറക്കിയത്. അവരാണ് കേരളത്തിൽ പിന്നീട് ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ആലി മുസ്ലിയാരും കാക്കത്തറമ്മൽ കാളിയാരുകൊണ്ട് മൗലാന ഉമർ ഖാലിയും വിശ്വസിച്ചു പോന്ന ആദർശ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് സുന്നത്ത് ജമാഅത്ത് പടർന്നു പന്തലിച്ചത്. അവിടെയാണ് കേരളത്തിൽ ഐക്യസംഘം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെയും ഭദ്രതയെയും തകർക്കാൻ ഒരു വിഭാഗം ആളുകൾ ഐക്യസംഘം എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, നിഷ്കാമകർമ്മികൾ, നിഷ്കളങ്കർ, സമൂഹത്തിന്റെ പൊതുരംഗത്തേക്ക് വന്ന് പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത, അള്ളാഹുവിന്റെ പള്ളിമിനാരങ്ങളിൽ നിന്ന് 5 നേരം ബാങ്കൊലി മുഴങ്ങുമ്പോ അഹദവന്റെ മുമ്പിൽ ചെന്ന് നമ്രശിരസ്കനായി വീഴുന്ന, ഭൗതിക ലോകത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാത്ത പാവപ്പെട്ട പണ്ഡിതവരേണ്യർ. അവർക്ക് സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടി വന്നു. അവർക്ക് നേതൃത്വം കൊടുക്കാനാണ് മഹാനായ മമ്പുറം തങ്ങളുടെ പാരമ്പര്യം പേറി വിശുദ്ധമായ യമനിൽ നിന്ന് ഒരു പണ്ഡിതവരേണ്യൻ കേരളത്തിലേക്ക് ചേക്കേറിയത്. സയ്യിദരാം നബി മുത്തൊളി തങ്ങളിൽ വംശമിലായി മലരായി വരവായി, വംശമിലായി മലരായി വരവായി. ഉന്നത ശ്രേഷ്ഠ പണ്ഡിത നേതാ ഉത്തമരേ ഒളി മദിനിധിയേ, ഉത്തമരേ ഒളി മദിനിധിയേ. സയ്യിദരാം നബി മുത്തൊളി തങ്ങളിൽ വംശമിലായി മലരായി വരവായി, വംശമിലായി മലരായി വരവായി. ഉന്നത ശ്രേഷ്ഠ പണ്ഡിത നേതാ ഉത്തമരേ ഒളി മദിനിധിയേ, ഉത്തമരേ ഒളി മദിനിധിയേ. ഏകയിലാഹിൻ പാതയിലായി എവരിലും തുണയേകിയവർ, എവരിലും തുണയേകിയവർ. പണ്ഡിതലോക വൃന്ദമിലെന്നും പെരുപെരുത്തൊരു മാന്യരവർ, പെരുപെരുത്തൊരു മാന്യരവർ. സയ്യിദരാം നബി മുത്തൊളി തങ്ങളിൽ വംശമിലായി മലരായി വരവായി, വംശമിലായി മലരായി വരവായി. ഉന്നത ശ്രേഷ്ഠ പണ്ഡിത
പണ്ഡിത നേതാ ഉത്തമരെ ഒളിമതിനിധിയേ ഉത്തമരെ ഒളിമതിനിധിയേ. അതെ, അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം കൊടുത്തത്. ആ മഹാനുഭാവന്റെ പ്രാർത്ഥനയോടെയാണ് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ആധ്യാത്മികതയുടെ മേലാണ് ആ പണ്ഡിതവരേണ്യർ സമസ്ത കെട്ടിപ്പടുത്തത്. തുടർന്നങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവച്ചവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങൾ അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോയത്. നാൾക്കുനാളങ്ങനെ കടന്നു പോകുന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലതാ സമസ്തയുടെ ശത്രുക്കൾ നിഷ്പ്രഭരാവുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നെടുനായകത്വം നയിക്കാൻ മഹാനായ ഒരു പണ്ഡിത പ്രതിഭ വിശുദ്ധമായ യമനിൽ നിന്ന് ചേക്കേറി എന്നറിഞ്ഞപ്പോ ആളുകൾ മുഴുവൻ അതിന്റെ പിന്നിൽ അണിനിരക്കുന്നു. ആരാണ് അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ? പാവപ്പെട്ട പുതിയങ്ങാടി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ അറുത്തലയ്ക്കുന്ന അറബിക്കടലിന്റെ ഓരത്ത് ചെന്ന് അലറി വിളിക്കുന്ന അലമാലകളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചനാഥ, ഈ അറബിക്കടൽ ഞങ്ങളോട് കനിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ അറബിക്കടലിൽ ഞങ്ങൾക്ക് തോണിയിറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കള് പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഞങ്ങളെ പരീക്ഷിക്കരുത്. വേദനിക്കുന്ന മനസ്സിന്റെ തേങ്ങൽ കേൾക്കുന്ന പ്രപഞ്ചനാഥൻ അവന്റെ കാരുണ്യ കടാക്ഷം അവരിലേക്ക് ഇറക്കണമെന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവരെ തേടി ഒരു ശുഭവാർത്ത എത്തിയത്. അസ്സയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജീവിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. ആ സന്തോഷ വാർത്ത കേട്ടപ്പോ ആനന്ദത്തിന്റെ പൂത്തിരി കത്തുന്ന ഹൃദയത്തോടുകൂടി ആളുകൾ മുഴുവൻ ഓടി ആ സങ്കടഹരജി ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ സവിധത്തിൽ കൊണ്ടുചെന്നവർ അഴിച്ചു വെച്ചു. തങ്ങളെ പുന്നാര പൂനിധിയേ പൂമലരാം തണിയേ പൂന്തിങ്കളായവരേ പുണ്യ മഹബൂബരേ പുണ്യ മഹബൂബരേ പുന്നാരപ്പൂനിധിയേ പൂമലരാം തണിയേ പൂന്തിങ്കളായവരേ പുണ്യമഹബൂബരേ പുണ്യമഹബൂബരേ. തേങ്ങുന്നു വ്യഥയൊരു പിടി കണ്ണീരുമായി